മനുഷ്യന്മാർക്ക് എന്തോരം കഴിവുകളാ. അങ്ങനെയുള്ള ഒരു കഴിവാണ് ഈ മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള കഴിവ്. അവര് നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് പോലും മനസ്സിലാവൂല. നിങ്ങൾ എടുക്കുന്ന എല്ലാ തീരുമാനങ്ങളും നിങ്ങളുടേതാണെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? ഈ മാനിപ്പുലേറ്റ് ചെയ്യാൻ കഴിവുള്ളവര് നിങ്ങളെ നിർബന്ധിച്ച് അല്ലെങ്കിൽ ബലം പ്രയോഗിച്ചിട്ടുള്ള നിങ്ങളെ നിയന്ത്രിക്കുന്നത്. അവര് നിങ്ങളെ അറിയാതെയാണ് നിങ്ങളെ സ്വാധീനിക്കുന്നത്. ഇങ്ങനെയുള്ള ആളുകളെ യൂസ് ചെയ്യുന്ന 7 ട്രിക്കുകൾ ഞാൻ പറഞ്ഞുതരാം. അതിൽ ആദ്യത്തെ മാനിപ്പുലേഷൻ ട്രിക്കാണ് ഗ്യാസ് ലൈറ്റിംഗ്. ഇവരെന്താ ചെയ്യാന്ന് വെച്ചാൽ നിങ്ങളുടെ ഓർമ്മേനെയും അല്ലെങ്കിൽ ഇമോഷൻസിനെയും അങ്ങനെ ഓരോ കാര്യത്തെയും നിങ്ങളെ കൊണ്ട് തന്നെ സംശയിപ്പിക്കും. അവർ പറയുന്ന കാര്യങ്ങൾ അവർ സമ്മതിച്ചു തരൂല. അവർ പറയും അത് നിന്റെ ഓർമ്മേൻ്റെ പ്രശ്നമാണ്, അല്ലെങ്കിൽ നീ ഓവർ തിങ്ക് ചെയ്യുന്നതാണ്, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നുള്ള രീതിയിൽ. ഒരു എക്സാമ്പിൾ പോലെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവരോട് പറയാണ് നീ ഇന്നലെ എന്നോട് ദേഷ്യപ്പെട്ട് സംസാരിച്ചു എന്ന്. അപ്പോൾ അവർ പറയാണ് ഞാൻ അങ്ങനെ ദേഷ്യപ്പെട്ടിട്ട് സംസാരിച്ചിട്ടൊന്നുമില്ല, നീ വെറുതെ ചിന്തിച്ചു കൂട്ടുന്നതാണെന്നുള്ള രീതിയിൽ. അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ ഇമോഷൻസ് പ്രകടിപ്പിക്കുന്ന സമയത്ത് അവർ പറയും നീ എന്തിനാ ഓവർ ഡ്രാമ കളിക്കുന്നത്, നീ എന്തിനാ ഓവർ റിയാക്ട് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയും. അതുപോലെ തന്നെ എന്ത് ചെയ്താലും കുറ്റം നിങ്ങൾക്കായിരിക്കും. എല്ലാ കുറ്റവും നിങ്ങളുടെ തലയിൽ കൊണ്ടിടും. നീ കാരണമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്നുള്ള രീതിയിൽ പറയും. അതുപോലെ തന്നെ പണ്ട് സംഭവിച്ച എന്തെങ്കിലും ഒരു കാര്യം എടുത്തിട്ട് നിങ്ങൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് അവർ വേറെ രീതിയിൽ ട്വിസ്റ്റ് ചെയ്യും. അങ്ങനെയല്ലല്ലോ അന്ന് സംഭവിച്ചത്, ഇങ്ങനെയാണല്ലോ സംഭവിച്ചത്, നിന്റെ ഓർമ്മയ്ക്ക് എന്തോ പ്രശ്നമുണ്ട് എന്നുള്ള രീതിയിൽ പറയും. അങ്ങനെ നിങ്ങളെ ഓർമ്മേനെ തന്നെ നിങ്ങളെ കൊണ്ട് സംശയിപ്പിക്കും. അങ്ങനെ നിങ്ങൾ ചിന്തിക്കാൻ തുടങ്ങും തെറ്റ് എൻ്റെ ഭാഗത്താണെന്നുള്ള രീതിയിൽ. ഇതൊക്കെ അവർ ചെയ്യുന്നത് ആ ഒരു തർക്കം ജയിക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല, ഇതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ എന്തെങ്കിലും കാര്യത്തിൽ ഡിസിഷൻ എടുക്കാനുള്ള ആത്മവിശ്വാസം കുറയും. നിങ്ങൾക്ക് നിങ്ങളിലുള്ള വിശ്വാസം തന്നെ കുറയും. അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ ചിന്തേനെ തന്നെ ട്രസ്റ്റ് ചെയ്യാണ്ടിരിക്കുമ്പം അവർക്ക് നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ ഭയങ്കര ഈസി ആയിരിക്കും. അങ്ങനെ നിങ്ങൾ എന്ത് തീരുമാനം എടുക്കുമ്പോഴും നിങ്ങളുടെ ചിന്തേനെയും ഓർമ്മേനെയും വിശ്വസിക്കാണ്ട് അവരെ വിശ്വസിച്ച് അവരിൽ പൂർണ്ണമായിട്ടും ഡിപ്പെൻഡായിട്ട് അവരുടെ കൺട്രോളിൽ തന്നെ ആവും. ഇനി രണ്ടാമത്തെ പോയിന്റ് സൈലന്റ് ട്രീറ്റ്മെന്റ് ആണ്. അവർ മനഃപൂർവ്വം നിങ്ങളോട് സംസാരിക്കാണ്ടിരിക്കും. അതിലൂടെ അവർക്ക് നിങ്ങളെ നിയന്ത്രിക്കാനും അല്ലെങ്കിൽ ശിക്ഷിക്കാനും കഴിയും. കാരണം അവർക്കറിയാതെ നിങ്ങളെ ഏത് രീതിയിൽ ബാധിക്കുന്നു. അങ്ങനെ നിങ്ങളെ വിഷമിപ്പിച്ചുകൊണ്ട് അവരുടെ ഇഷ്ടത്തിന് നിങ്ങളെ വഴങ്ങാൻ വേണ്ടിയിട്ട് അവർ പ്രേരിപ്പിക്കും. ഇപ്പം മെസ്സേജ് അയച്ചാൽ റിപ്ലൈ തരൂല, ഒരേ വീട്ടിലാന്ന് താമസിക്കുന്നെങ്കിലും പരസ്പരം മിണ്ടൂല, നിങ്ങൾ എന്തെങ്കിലും ചോദിച്ചാൽ അതിന് മറുപടി തരൂല. ഈ ഒരു രീതിയിലായിരിക്കും അവർ നിങ്ങൾക്ക് പണിഷ്മെന്റ് തരുന്നത്. നമ്മൾ ഏറ്റവും ഇഷ്ടമുള്ള ഒരാൾ നമ്മളെ അവോയ്ഡ് ചെയ്യുന്നത് നമ്മളെ ബ്രെയിനിന് ഫീൽ ചെയ്യുന്നത് ഒരു ഫിസിക്കൽ പെയിൻ പോലെ തന്നെയാണ്. മേ ബി ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ടായിരിക്കും അവരങ്ങനെ ചെയ്യുന്നത്. അവർ നിങ്ങളെ ദേഷ്യപ്പെടുത്തിയതിന് അവർ നിങ്ങൾക്ക് പണിഷ്മെന്റ് തരുന്നത് പോലെയാണ് ഇത്. കാരണം അധികാരം അവർക്കാണെന്ന് കാണിക്കാൻ വേണ്ടി. എന്നാൽ ഇതിലൂടെ നിങ്ങൾ അനുഭവിക്കുന്നത് അതിലും വലിയ കാര്യമായിരിക്കും. നിങ്ങളുടെ ആത്മവിശ്വാസം കുറയും. അതുപോലെ തന്നെ നിങ്ങളുടെ ആങ്സൈറ്റി, സ്ട്രെസ് ഇതൊക്കെ കൂടും. ഇനി മൂന്നാമത്തെ പോയിന്റ് ആണ് ഗിൽറ്റ് ട്രിപ്പിങ്. നിങ്ങളിൽ കുറ്റബോധം ഉണ്ടാക്കി നിങ്ങളെ കൊണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യിപ്പിക്കുക. അവരിങ്ങനെ പറയും ഞാൻ നിനക്ക് വേണ്ടി ഇത്രയും കാര്യങ്ങൾ ചെയ്തു, നിനക്ക് ഇതുപോലും ചെയ്യാൻ പറ്റൂലേ. അപ്പം നിങ്ങൾ ആ സാഹചര്യത്തിൽ നിങ്ങളുടെ ഇഷ്ടം കൊണ്ടല്ല ഒരു കാര്യം ചെയ്തു കൊടുക്കുന്നത്, നിങ്ങളുടെ കുറ്റബോധം കൊണ്ടാണ്. നിങ്ങളൊന്നും ചെയ്തിട്ടില്ലല്ലോ എന്നില്ലേ, നിങ്ങളൊരു സെൽഫിഷ് ആണെന്ന് നിങ്ങളെ കൊണ്ട് അവർ തോന്നിപ്പിക്കും. എന്നെ നിനക്കൊരു വിലയുമില്ല, ഞാൻ നിനക്ക് ആരുമല്ല, ഈ രീതിയിലൊക്കെ സംസാരിക്കും. ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ നിങ്ങളെ കാണാൻ വിളിച്ച സമയത്ത് നിങ്ങൾക്ക് എന്തോ തിരക്കുകൊണ്ട് പോകാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അവർ പറയും പിന്നെ സാരമില്ല, ഞാൻ മാത്രമേ നിന്നെ കാണാൻ വിചാരിച്ചുള്ളൂ, അതുകൊണ്ടായിരിക്കും, എൻ്റെ ആഗ്രഹം കൊണ്ടായിരിക്കും, സാരമില്ല പോട്ടെ എന്നുള്ള രീതിയിൽ സംസാരിക്കും. അതിലൂടെ നിങ്ങൾക്ക് കുറ്റബോധം തോന്നും. ഞാൻ കാരണമല്ലേ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് കുറ്റബോധം തോന്നും. മെയിനായിട്ടുള്ളൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ മറ്റുള്ളവരുമായിട്ട് നിങ്ങൾ കമ്പയർ ചെയ്യും. അവരാണെങ്കിൽ ഇങ്ങനെ ചെയ്യൂല എന്നുള്ള രീതിയിൽ. അപ്പം നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ഒരു ബാഡ് ആയിട്ടുള്ള ഒരു പേഴ്സണായിട്ട് തോന്നും. ഇങ്ങനെ എല്ലാ കാര്യത്തിനും ഉത്തരവാദി നിങ്ങൾ തന്നെയാണെന്ന് നിങ്ങൾക്ക് തോന്നി തുടങ്ങും. പിന്നെ ബാക്കിയുള്ളവരെന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് നിരസിക്കാൻ പേടിയായിരിക്കും. നിങ്ങൾ നിങ്ങളുടെ കാര്യം മാറ്റി വെച്ചിട്ട് അവർക്ക് വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ തുടങ്ങും. ഇനി അടുത്ത പോയിന്റാണ് ലവ് ബോംബിങ്. ആദ്യം ഭയങ്കര സ്നേഹവും കാര്യങ്ങളൊക്കെ ആയിരിക്കും. നിങ്ങൾ ഭയങ്കരമായിട്ട് കെയർ ചെയ്യും, പ്രശംസിക്കും. അങ്ങനെ നിങ്ങൾ അവരെ നല്ല രീതിയിൽ അങ്ങ് വിശ്വസിച്ചിട്ട് ഇമോഷണലി അവരിൽ അറ്റാച്ച് ആവും. പിന്നെ ഇങ്ങനെയൊക്കെ പറയും നീ ഇല്ലാണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റില്ല, നീയാണ് എൻ്റെ ജീവിതത്തിൽ വന്ന ഏറ്റവും നല്ല വ്യക്തി, പിന്നെ ഡോണ്ട് വറി മധുരക്കനി, നിന്നെ നിജമാ ഞാൻ കൈവിടാൻ മാട്ടെ. അവസാനം കൈവിടും. നിങ്ങളങ്ങനെ പൂർണ്ണമായിട്ടും അവരിൽ ഡിപ്പെൻഡ് ആവുമ്പോൾ കൈവിടും. അങ്ങനെ നിങ്ങൾ പൂർണ്ണമായിട്ടും അവരെ ഡിപ്പെൻഡ് ചെയ്യുന്ന സമയത്ത് പിന്നെ നിങ്ങളെ കുറ്റപ്പെടുത്താൻ തുടങ്ങും, കൺട്രോൾ ചെയ്യാൻ തുടങ്ങും, സ്വഭാവം മാറും. ഈ മനുഷ്യന്മാർക്ക് മറ്റുള്ളവർ നമ്മളെ സ്നേഹിക്കുന്നതും അംഗീകരിക്കുന്നതും ഒക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അവർ നമ്മളൊരു സ്പെഷ്യൽ പേഴ്സണായിട്ടാണ് കാണുന്നതെന്ന് വിചാരിക്കുന്ന സമയത്ത് നമ്മളുടെ ഫീൽ ഗുഡ് ഹോർമോണായ ഡോപ്പമിൻ കൂടും. അങ്ങനെ നിങ്ങൾ വിചാരിക്കും ഇത് ട്രൂ ലവ് ആണ്, ട്രൂ ലവ് ഒന്നാം ഘട്ടം. ഇനി അടുത്ത പോയിന്റാണ് പ്ലേയിങ് ദ വിക്ടിം. നമ്മളിപ്പോൾ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് അറ്റൻഷൻ മാറ്റിയിട്ട് വേറൊരു കാര്യത്തിലേക്ക് കൊണ്ടുവരും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പോലെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ
നിങ്ങളിപ്പോൾ പറഞ്ഞു നീ എന്നോട് നുണ പറഞ്ഞു, നീ എന്തിനാ എന്നോട് നുണ പറഞ്ഞു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ സെൻഡ് അടിക്കും. എല്ലാവരും എന്നെ തെറ്റിദ്ധരിക്കുന്നു, ഞാൻ മോശമാണ്. സിമ്പിളായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വന്തം തെറ്റിൻ്റെ ശ്രദ്ധ മാറ്റിയിട്ട് അവരാണ് കൂടുതൽ കഷ്ടപ്പെടുന്നതെന്ന് കാണിക്കും. എനിക്ക് വേറെ വഴിയില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളുടെ ശ്രദ്ധ മാറ്റി നിങ്ങളുടെ സഹതാപം കിട്ടാൻ വേണ്ടിയിട്ട് നിൽക്കും. ഇനി അടുത്ത പോയിന്റാണ് ഫിയർ മാനിപ്പുലേഷൻ. ഭയം ഉപയോഗിച്ച് ചെയ്യുന്നതാണിത്. നീ ഇത് ചെയ്തിട്ടില്ലെങ്കിൽ വലിയ പ്രശ്നമാവും, നീ എന്നെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഞാൻ തകരും, നീ ഇത് അവസാനിപ്പിച്ചിട്ടില്ലെങ്കിൽ നമ്മളുടെ ഫ്രണ്ട്ഷിപ്പ് തകരും, എന്നെ നീ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഇത് ചെയ്യണം, ഇതൊക്കെ പറഞ്ഞ് നമ്മളെ പേടിപ്പിക്കും. അല്ലെങ്കിൽ ഒരാളെ ഭീഷണിപ്പെടുത്തിയിട്ട് സ്നേഹിപ്പിക്കില്ലേ, നീ എന്നെ സ്നേഹിച്ചിട്ടില്ലെങ്കിൽ ഞാൻ മരിക്കും എന്ന് പറയാം. അപ്പം നിങ്ങൾ ആ ഒരു പേടീൻ്റെ പുറത്തായിരിക്കും അവരോട് ഇഷ്ടമാണെന്ന് പറയാം, നിങ്ങൾക്ക് മനസ്സിൽ തോന്നിയിട്ടുള്ള ഇഷ്ടമല്ല. ഇനി ലാസ്റ്റ് പോയിന്റ്, നിങ്ങളെ മറ്റുള്ളവരിൽ നിന്നെല്ലാം അകറ്റി നിർത്തും. അതായത് നിങ്ങളുടെ ഫാമിലിയിൽ നിന്ന് അകറ്റും, നിങ്ങളെ ഫ്രണ്ട്സിൽ നിന്ന് അകറ്റും. അങ്ങനെ നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വ്യക്തിയായിട്ട് ഇവർ മാറും. അതായത് നിങ്ങൾ ഡയറക്റ്റായിട്ട് വിലക്കൂല, നിൻ്റെ ഫ്രണ്ട്സിനെ നിനക്ക് ശരിക്കും മനസ്സിലായിട്ടില്ല, അല്ലെങ്കിൽ നീ എനിക്ക് കുറച്ചും കൂടെ കൂടുതൽ സമയം എന്താ എൻ്റെ കൂടെ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യും, ഈ ഒരു രീതിയിൽ പറയും. അവർ നിൻ്റെ ട്രൂ ഫ്രണ്ട്സ് അല്ല. അങ്ങനെ നിങ്ങളിൽ ഒരു ഡൗട്ട് ഉണ്ടാക്കും അവർ. എനിക്ക് കുറച്ചും കൂടെ കൂടുതൽ സമയം എന്താ, എനിക്ക് നിൻ്റെ കൂടെ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യണം, അങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മളോടുള്ള സ്നേഹം കൊണ്ടാണ്. പക്ഷെ ശരിക്കും അല്ല, നമ്മൾ ബാക്കിയുള്ളവരുടെ കൂടെ സ്പെൻഡ് ചെയ്യുന്ന സമയം കുറക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. എന്നെ മാത്രം വിശ്വസിച്ചാൽ മതി എന്ന് പറയും. അങ്ങനെ നിങ്ങളുടെ ലോകം അവരിൽ മാത്രമായിട്ട് ചുരുങ്ങും. അപ്പം ഇതാണ് ആ ട്രിക്കുകൾ.